ദില്ലി മലയാളികളുടെ, ഉത്തരേന്ത്യൻ മലയാളികളുടെ വിഷുവിൻ്റെ പ്രധാനപ്പെട്ട ഇടമാണ് ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം. അവിടെയാണ് ഇത്തരത്തിലേക്ക് രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അമ്പലത്തിൻ്റെ ആ കവാടം കടന്ന് ആദ്യം നമുക്ക് കാണുമ്പോൾ ഒരു വിഷുക്കണി കാണാം. നാട്ടിലേതിന് സമാനമായി നമ്മുടെ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിനൊക്കെ സമാനമായിട്ടൊരു വിഷുക്കണിയാണെന്നാണ് നമ്മൾ ഈ കാഴ്ചയിൽ നിന്ന് വായിച്ചെടുക്കുക. കാരണം എല്ലാ തരത്തിലുള്ള വിളകളും ഈ കണിയുടെ ഭാഗമായിട്ടുണ്ട്. പഴമുണ്ട്, വെള്ളരിയുണ്ട്, പാക്ക്, അങ്ങനെ കണിക്കൊന്ന, എന്തിനു വേണ്ട എല്ലാ സാധനങ്ങളും ഇത്തരത്തിലേക്ക് ഈ വിഷുക്കണിയുടെ ഭാഗമായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. കാരണം രാവിലെ ഇത്രയും മലയാളികളൊക്കെ ദില്ലിയിലുണ്ടോ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലുണ്ടോ എന്ന് നമുക്ക് തന്നെ ഒരു സംശയം തോന്നുന്ന രീതിയിലാണ് ആളുകളുടെ ഒഴുക്ക് രാവിലെ മുതൽ തന്നെ ഇവിടെ ഉള്ളത്. കുഞ്ഞു കുട്ടികൾ മുതൽ ഏതാണ്ട് 4 മണി മുതൽ ഇത്തരത്തിലേക്ക് ക്യൂ നിന്ന് ദർശനം നടത്തുകയാണ്. അമ്മ എവിടുന്നാ? ഇവിടെ കുറെ നാളായി താമസിക്കുന്നത്. നാട്ടിലെവിടെയാ? നാട്ടിൽ കോട്ടയം. നാട്ടിലെ ഇവിടുത്തെ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒത്തിരി ഉണ്ട്. നാട്ടിലെ കണിയൊക്കെ മിസ്. ഹാപ്പി വിഷു. അമ്മ എവിടെ? തൃശ്ശൂർ. ഇവിടെ കുറെ എങ്ങനെയാണ് ഇവിടുത്തെ വിഷു? നല്ലതാണ്. എല്ലാ വർഷവും ഇതുപോലെ തിരക്കുണ്ടായിരിക്കും. കുറെ കാലമായിട്ടോ ദില്ലിയുടെ ഭാഗമായിട്ട്? അതെ അതെ. നാട്ടിലെ ട്രിവാൻഡ്രം. നാട്ടിൽ പോകാൻ പറ്റാത്തത്, വിഷു ആഘോഷിക്കാൻ പറ്റാത്തത് എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടോ? ഉണ്ട്, പക്ഷെ അത് ഇവിടെ ഇതാക്കുന്നുണ്ടല്ലോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി? ഇത് കഴിഞ്ഞ് സദ്യ ഉണ്ട്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എവിടാ വീട്? ഇതിന്റെ ഇടയ്ക്കൊരു ഹിന്ദിക്കാരനും കൂടി ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് മലയാളികൾ ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ വന്ന ആ സമയം മുതൽ ആരംഭിച്ച ക്യൂ ആണ്. ഇപ്പോഴും ആ ക്യൂവിന് ഒരു തരത്തിലുള്ള ശമനമില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഇവിടെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്ര ഭാരവാഹികളുണ്ട്. ഈ ദർശനത്തിന് ശേഷം ആദ്യം കണി കാണുന്നു, അതിനുശേഷം ഉള്ളിൽ പോകുന്നു, ദർശനം, അതിനുശേഷം പ്രഭാത ഭക്ഷണം എല്ലാം കഴിഞ്ഞ് വിഷുവും ആഘോഷിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. ഇനി സ്വന്തം വീടുകളിലേക്ക് ഇവിടെ. ദില്ലി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ അവധിയൊന്നുമില്ല. അതുകൊണ്ട് രാവിലെ ക്ഷേത്ര ദർശനമൊക്കെ പൂർത്തീകരിച്ച് ജോലിക്ക് പോകേണ്ടതുണ്ട്, സ്കൂളിൽ പോകേണ്ടതുണ്ട്. എന്തായാലും ഇതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് വിഷുവൊക്കെ ആഘോഷിച്ച് എന്തായാലും നാട്ടിൽ പോകാൻ പറ്റാത്തതിൻ്റെ വിഷമമൊക്കെ ചിലർക്കുണ്ടെങ്കിലും ദില്ലിയിൽ ഇത്തരം മനോഹരമായിട്ടുള്ള ഒരു വിഷു ആഘോഷിക്കാൻ കഴിയുന്നതിൻ്റെ അഭിമാനവും ഒരു വശത്ത് പറയുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ YS അവിനാഥ്, ഇൻ റിപ്പോർട്ടർ, ദില്ലി.